നമസ്കാരം, മെട്രോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സാന്ദ്ര. പേട്ടതുള്ളൽ ഇന്ന് എരുമേലി ഭക്തിസാന്ദ്രം. മകരജ്യോതി ദർശനം ക്രമീകരണങ്ങളും പൂർത്തിയായി. ശബരിമല മകരവിളക്കുത്സവത്തിന്റെ ഭാഗമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന്. ശാസ്താവ് മഹിഷി നിഗ്രഹം നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് പേട്ടതുള്ളൽ. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘത്തിനാണ് ആദ്യം പേട്ടതുള്ളാനുള്ള അവകാശം. രണ്ടാമതാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ ആലങ്ങോട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യമായി ശ്രീകൃഷ്ണപ്പരന്ത് ക്ഷേത്രത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നതോടെയാണ് കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളൽ പുറപ്പെടുന്നത്. തുടർന്ന് സംഘം വാവരുവള്ളിയിൽ കയറി വാവരുടെ പ്രതിനിധിയുമായാണ് എരുമേലിയിലേക്ക് പോകുന്നത്. ഉച്ചകഴിഞ്ഞ് രണ്ടാമത്തെ സംഘമായ ആലങ്ങോട് പേട്ട സംഘം കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളൽ ആരംഭിക്കുന്നു. അമ്പലപ്പുഴ സംഘത്തോടൊപ്പം വാവർ പോയെന്ന വിശ്വാസം കണക്കിലെടുത്ത് ആലങ്ങോട് സംഘം പള്ളിയിൽ കയറാതെ വണങ്ങിയാണ് പോകുന്നത്. ഇന്നലെ എരുമേലി ചന്ദനക്കുട ഘോഷയാത്ര നടന്നു. അത് പ്രമാണിച്ച് കോട്ടയം ജില്ലാ കളക്ടർ ഇന്ന് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത്. തിരക്ക് കുറയ്ക്കുന്നതിനായി സന്നിധാനത്തിനു പുറമെ ജില്ലയിൽ 7 കേന്ദ്രങ്ങൾ കൂടി സൗകര്യമൊരുക്കും. നീലിമല, പാച്ചിമേട്, അട്ടത്തോട്, ഇലവുകൾ, നെല്ലിമല, അയ്യൻമല, ളാഹ, പഞ്ഞിപ്പാറ എന്നിവിടങ്ങളിലാണ് മകരജ്യോതി കാണാൻ ജില്ലാ ഭരണകൂടം സൗകര്യമൊരുക്കുന്നത്. സന്നിധാനത്തെ മകരജ്യോതി ദർശനത്തിനായി ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് പാണ്ടിത്താവളത്തിലാണ്. പമ്പയിൽ പൊന്നമ്പലമേട് ശരിയായി കാണാവുന്നതും ഇവിടെ തന്നെ. ശബരിമലയിൽ സുരക്ഷ ഒരുക്കാൻ ADM സുരാജ് ഷാജിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. എല്ലായിടത്തും മെഡിക്കൽ ടീം, ആംബുലൻസ്, സ്ട്രക്ചർ എന്നിവ ഉണ്ടാകും. കൂട്ടം തെറ്റിയവർ മൊബൈൽ ഫോണിലൂടെ സംഘങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അല്പം മാറി നിന്ന് വീണ്ടും ശ്രമിക്കുക. കൂട്ടുപിരിഞ്ഞാൽ തൊട്ടടുത്തുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുക. കുട്ടികൾ കൂട്ടം തെറ്റാതെ ശ്രദ്ധിക്കണം. കാനനപാത മാറിക്കിടന്ന് മകരജ്യോതി ദർശനത്തിനായി കാട്ടിലേക്ക് ഇറങ്ങുന്നവർ ഇഴജന്തുക്കളുടെ ഉപദ്രവത്തിന് കാരണമാകുമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.